ഹലോ ഗായ്സ്, അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം ഞാൻ തിരിച്ച് കോളേജിൽ പോവാണ്. അപ്പം ഐസൽ ഉണ്ട് ഇന്നാക്കി തരാനില്ലേ. നമ്മൾ പോവാല്ലേ ഐസലേ? അപ്പം വണ്ടി വന്നപ്പോഴും ഞങ്ങൾ പോവാണ്. ബൈ ഒരു മൊട്ട ഞങ്ങള് ബസ്സിൽ കയറിയപ്പോ നമ്മൾ ആരപ്പ പോണത്? ഹനാന്റെ ഒപ്പാണ്. അപ്പൊ ഞങ്ങൾ നേരെ ചെറുപ്പശ്ശേരി എത്തി. ഗായ്സ് ഞങ്ങളങ്ങനെ സ്റ്റാൻഡിലെത്തി ഒറ്റപ്പാലം. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു സീക്രട്ട് അറിയുന്നത്. ഞങ്ങൾ നേരെ ബാക്കിൽ കാണുന്ന ഈ ഫസ്റ്റ് ബേക്കറി ആരതാണ്? ഹനാൻസിന്റെ ബേക്കറിയാണ് ഗൈസ്. അപ്പൊ ഇവിടെ വന്നാല് ഹനാന്റെ പേര് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും. അതെ. അപ്പൊ ഞങ്ങൾ എല്ലാ KSRTC ഉണ്ട്, വടക്കാഞ്ചേരി എല്ലായിടത്തും കൊണ്ട്. പക്ഷെ പാലക്കാട്ടേക്ക് മാത്രം വരുന്നില്ല. വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, പാലക്കാട് എത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ടൈം 5:47, വാങ്ങ് കൊടുക്കാൻ 6:40. ഇവിടെ അതുവരെ കാത്തു നിൽക്കണോ അതോ എന്താ ചെയ്യേണ്ടത് കിട്ടണില്ല. പക്ഷെ 1 മണിക്കൂർ എങ്ങനെ ഇവിടെ ചെലവഴിക്കും ഇവിടെ നിൽക്കുകയാണെങ്കിൽ? അതില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ നഗരം വാങ്ങി കൊടുക്കുക. ഒരു കോയമ്പത്തൂർ ഇറങ്ങി നോമ്പറക്കേണ്ടി വരും. അതൊരു ടാസ്ക്കാണ്. ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. അതുവരെ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ട് പറയാം എന്താക്കാരെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളൂ, ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനമാവോ നോക്കട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് പ്ലാൻ സെറ്റ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഹനാൻക്ക് സ്റ്റുഡിയോക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റുഡിയോ പോവും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനൊരു ഏകദേശം ടൈം ആവുന്നുണ്ട്. ഇവിടെ നോമ്പ് പറഞ്ഞിട്ട് നേരെ പോവാം. അല്ലെങ്കിൽ കോയമ്പത്തൂർ നോമ്പ് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ആവില്ല. പാലക്കാട് ഇറങ്ങി നമ്മുടെ രീതിയിൽ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ നേരെ എടുക്കാണ് സ്റ്റുഡിയോ. ഗൈസ് ഞങ്ങൾ ഓട്ടോയിലാണ്. എന്താ പറയുക, ഒരു ഓട്ടോ യാത്രയാണ്. എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നോമ്പ് തലേ കയറിയതാണ്, വേറെ പ്രശ്നം. മുമ്പിൽ സ്വിഗ്ഗി വണ്ടി പോകുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി ഗൈസ്. അപ്പം ഞങ്ങൾ സാധനം കണ്ടു. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ഇതെന്താ, ഇത് കീ ചെയിനാണ്. പക്ഷെ ഇത് എവിടെ തൂക്കിയിടുക എനിക്കറിയില്ല. ഡ്രസ്സിന്മേലാണോ എവിടെ തൂക്കിയിടുക ഗൈസ്? എന്താ ആവശ്യം? അതുകൊണ്ട് അങ്ങനെ കാണിച്ചു കൊടുത്ത് സംഭവം കീ ചെയിനാണ്. പക്ഷെ ഇത് എവിടെ നല്ലൊരു ക്യൂട്ടായിക്കോണോ? പക്ഷെ ഇത് എവിടെ വെക്കുക എനിക്കറിയണില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. എന്തെടുക്കേണ്ടതൊന്നും അറിയില്ല. നേരെ പോകാൻ വേണ്ടി എന്തൊക്കെ കാട്ടുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വുമൺ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ജെൻസ് സെക്ഷൻ പോവാട്ടോ. അവിടെ ഞങ്ങൾക്ക് പറ്റി എന്തെങ്കിലും കിട്ടാൻ നോക്കുകയാണ് ഗൈസ്. ആസ് യൂഷ്വൽ ബാങ്ക് കൊടുത്തു. നോമ്പറക്കാതെ തെരുവിലൂടെ നടക്കുകയാണ്. ഫൈനലി വി ഫൗണ്ട് എ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ പോയോക്കട്ടെ. ലോങ് തെണ്ടി നടക്കാൻ ഞങ്ങൾക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. പാലക്കാട് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. പോയി നോക്കട്ടെ ഗൈസ്. ബാങ്ക് കൊടുത്തിട്ട് 6 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലെത്തി. പക്ഷേ ഫസ്റ്റ് എനിക്ക് ചൂടുവെള്ളം കിട്ടി. അത് വെച്ച് നോമ്പ് തുറക്കട്ടെ കേട്ടോ. സമയം 6:46. ഞങ്ങൾ ഇപ്പോഴാണ് ഗൈസ് നോമ്പ് തുറക്കുന്നത്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് എന്താ ഓർഡർ ചെയ്യേണ്ടത്? ഞങ്ങൾ ഷവർമ്മക്കാണ് ഇത്ര നേരം നടന്നത്. അത് കിട്ടിയില്ല. എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ലൈം ജ്യൂസ് ഓർഡർ ചെയ്ത് കൊടുത്തു. എന്താ ഫുഡ് അങ്ങ് ചെറുതായിട്ട് മതി. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുന്നിപ്പോഴും ഹോസ്റ്റലിൽ പോയിട്ട് കഴിക്കാണ്ട്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. മെനു കാർഡ് കിട്ടിയിരിക്കും ഗൈസ്. നോമ്പ് തുറന്നു ചൂടുള്ള കുടിച്ചത്. ഒരു റാഹത്താണെങ്കിൽ എന്ത് കുടിക്കണം? ലൈം കുടിക്കണം ഗൈസ്. സ്വർഗം കണ്ടു ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ എവിടെ നോക്കിയത്? അതൊക്കറിയില്ല. ഇത് നല്ല പറ്റിയാകപ്പെടുത്തതാ. ഇതൊക്കെ വാങ്ങിയതാ? അന്നേരം വെച്ചിട്ടതാ. ഗൈസ് അനാനന്ദർ തന്ന ഗിഫ്റ്റാണ്. കമ്മൽ നല്ല ഇഷ്ടമാണെന്നോട് പറയുന്നു. സ്കൂളിൽ കമ്മൽ
കേസായ്മ കമ്മലാവും എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റേ പൂക്കി ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ അഫ്നക്ക് വാങ്ങിയതാണ് ഗൈസ്. ഷീ മീൻ അയമേ പൂക്കി ഐ നോ ദാറ്റ് ഗൈസ്. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. പക്ഷെ ഇത് എവിടെ ഇടും ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളത് സർപ്രൈസ് ആണ് വാങ്ങിയത്. എനിക്ക് മനസ്സിലായില്ല, എനിക്കത് വിചാരിച്ച് മനസ്സിലാവത്ത് മനസ്സിലായില്ല ഗൈസ്. കാരണം ഞാൻ ഇക്കാകെ ഇത് എവിടെ ഇടുകയാണ് പോരുപറ്റ അല്ലെങ്കിൽ ഇപ്പം എന്താ കാറ്റാ ട്രിപ്പിനാണെങ്കിൽ അപ്പം ഉണ്ടായിരുന്നത് ഗൈസ്. അപ്പം നമുക്ക് ഹനാട് താങ്ക് യു. നോമ്പയോട് ഇത് ഓണാക്കി ഗൈസ്. ഹന വീഡിയോ ഇട്ട് ഇവിടെ ഓണാക്കിയതാണ് പറയുന്നത്. ഇത് ഓണാക്കി ഇവിടെ കിട്ടിയത് ഗൈസ്. ഗൈസ് നമ്മൾ ഹനാട് താങ്ക് യു പറയാണ്. ആൾക്കാരൊന്നും കാണാതെ ഒരു സീക്രട്ടായിട്ട് ഒരു ഉമ്മ തരാം. താങ്ക് യു ഗൈസ്. അടുത്തില്ലെങ്കിൽ ഒരു തൊഴിലും തരില്ല, അങ്ങനെ ഒരു സാധനം. സ്നാപ്പിലൊക്കെ വീഡിയോ കോൾ വിളിച്ച് വെറുപ്പിക്കണം ഗൈസ്. എല്ലാത്തിനും ബ്ലോക്കാണ്. ഇപ്പൊ സ്നാപ്പിലാണ് വരുന്നത്. ഇരുത്തം കണ്ടൂടെ ഗൈസ്. ഫൈനലി അവർ ഫുഡ് തരാം. പൊറാട്ടയുണ്ട്. ഞങ്ങൾ ഫുഡ് വാങ്ങാനപ്പോൾ സ്റ്റോറിൽ കിട്ടും. ഞങ്ങൾ അത് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നത് ലേറ്റ് ആയിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരഞ്ഞു നടന്നിട്ട് ഫുഡ് ചെയ്യുന്നു ഷവർമയും ജ്യൂസും. പക്ഷേ എന്താ പറയുക, ഇത്രയും വലിയ ടൗൺ ആയിട്ട്, ഒരു പാലക്കാട് ടൗൺ ആയിട്ട് ഞങ്ങൾ നോക്കിയെടുത്ത് എവിടെ ഷവർമ അല്ലെങ്കിൽ നോമ്പായോണ്ടാണ് എന്താ അറിയില്ല, എവിടെ ഇല്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ എത്തിയിട്ടുള്ള ഒരു 2 പൊറാട്ടയും ഒരു ബട്ടർ ചിക്കൻ ലേറ്റ് ആയിട്ട് കഴിക്കുള്ളൂ. കാരണം ഞങ്ങളടുത്ത് ഫുഡ് ഉണ്ട്, അപ്പം ലേറ്റ് ആയിട്ട് കഴിച്ചിട്ട് വരാം കേട്ടോ. ഇനി ഗൈസ് ഞങ്ങളെ ബസ്സിത്തെ കണ്ടക്ടർ കേട്ടോ, ബസ് നിർത്തിയിട്ട് ഞങ്ങൾ ചപ്പാത്തി വാങ്ങാൻ പോയിക്കുക ഗൈസ്, ചപ്പാത്തി കമ്പനിക്ക് ഗൈസ്. അപ്പം ഞങ്ങൾ മുക്കടത്തേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ വന്നത്ര ടൈമൊന്നും വേണ്ട. ഇത്ര നേരം ഗൈസ് എന്താ കുറ്റം പറയാ അമ്മായി കഥ. യെസ്, ഹറാമ് പറഞ്ഞിരിക്കുക ഗൈസ്. ഹറാമ് ഈ റമദാൻ മാസമായിട്ട് ഞങ്ങൾക്ക് എന്താ പണി, ഹറാമ് പറഞ്ഞിരിക്കുക. നമ്മൾ നോമ്പറന്നില്ലടി, അപ്പോൾ പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ പ്രശ്നമില്ല ഗൈസ്. അതുകൊണ്ട് നോമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ പറയാണ്ടല്ലോ ഗൈസ്. അതുവരെ എടുത്ത എല്ലാ 20-80 ഞങ്ങൾ പുറത്ത്. പിന്നെ കുറേ ആൾക്കാരെ കുറ്റങ്ങള് കുറവുകള് അങ്ങനെ പല കഥകൾ ഞങ്ങൾ പിന്നെ ഒക്കെ തികഞ്ഞോരായിട്ട് പ്രശ്നമില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഗൈസ്. ഞങ്ങൾ പറയണം. അപ്പം ഞങ്ങൾ എത്താനായിക്കോളൂ, കുറച്ച് ടൈം കൂടി ഉണ്ട്. അപ്പം കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ട് വരാം. ഞങ്ങളിപ്പോൾ വീട്ടിൽ കോളേജിന് അങ്ങോട്ട് ബസ്സിൽ കയറി. പക്ഷേ ഞങ്ങൾ കയറിയപ്പോൾ അഫ്ന ആദ്യം പൈസ ഒക്കെ എടുത്തു. പിന്നീട് മനസ്സിലായത് പൈസ എടുത്തപ്പോൾ പൈസ എടുക്കട്ടെ എത്ര ആവും ചോദിച്ചിട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ സംഭവം എന്താ, ഫ്രീ ബസ്സാണ് ഗൈസ്. ചെറിയ സന്തോഷമാണ് ഗൈസ്, പൈസ അത് പോകുന്നത്. ഇപ്പോൾ നല്ല ലേറ്റ് ആയിക്കോട്ടെ ലേറ്റ് ഒന്നും അറിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഇനി നേരെ ഞങ്ങൾ പോണത് ഹോസ്റ്റലിലേക്കാണ്. ഇവിടെ ലേറ്റ് ഇല്ല ഗൈസ്, ഇത് കാണില്ല. ഞാൻ പോണത് പഴയ ഹോസ്റ്റലിലേക്കാട്ടോ ഗൈസ്. ആഫ്റ്റർ 6 months ഐ ആം ബാക്ക് ടു മൈ ഓൾഡ് ഹോസ്റ്റൽ. ഇവിടെ എത്തിയിട്ട് ഇവിടെ ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണും ഗൈസ്. അപ്പം ഞാൻ റൂമൊക്കെ എത്തിയിട്ട് ഞങ്ങൾ പഴയ ഹോസ്റ്റലിലേക്ക് തന്നെ റൂമൊക്കെ എത്തിക്കുകയാണ് ഗൈസ്. അപ്പം എൻ്റെ ഈ ലവ്ലി ഫ്രണ്ട്സ് ഞാൻ വന്നപ്പോഴത്തേന് ഇവിടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ എത്തി പുതിയ ബൈ. ബട്ട് ഗൈസ് അരസിന്റെ നമ്മളിട്ട ബ്ലോഗ് നല്ല റീച്ച് ആയിട്ടുണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണ് ആ സ്പീഡാക്കിയിരുന്നത്? എത്ര